ഇപ്പോൾ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കരൂരിൽ എത്തിയിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പരുക്കേറ്റവരെ സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം എന്താണ് അവർ പറയാൻ പോകുന്നത് എന്നതൊക്കെ ഒരുപക്ഷെ മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ തന്നെ മാധ്യമങ്ങളോട് ഒരുപക്ഷെ പ്രതികരിച്ചേക്കും. കരൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടുത്തെ ആശുപത്രിയിലേക്കാണ് എത്തിയത് എന്ന് കരുതുന്നു. പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളുണ്ട്. മരണം ഇതിനോടകം തന്നെ 41 ആയിട്ടുണ്ട്. ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ആളുകളുണ്ട്, ഗുരുതരാവസ്ഥയിലുള്ളവരുമുണ്ട്. കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് നിർമ്മലാ സീതാരാമൻ. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, കരൂർ ആശുപത്രിയിലേക്കാണോ കേന്ദ്രമന്ത്രി എത്തിയിരിക്കുന്നത്? അവർ മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ടോ? കരൂർ ആശുപത്രിയിലേക്കല്ല ഇപ്പോൾ നിർമ്മല സീതാരാമൻ എത്തിയിരിക്കുന്നത്. ഈ സംഭവം നടന്ന കരൂരിലെ ആ പ്രദേശത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ദുരന്ത ഭൂമിയിൽ തന്നെയാണ് അവർ ഉള്ളത്. ഒപ്പം എൽ മുരുകനുണ്ട്, നയനാർ നാഗേന്ദ്രൻ, BJP-യുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ഉൾപ്പെടെ എൽ മുരുകൻ അടക്കമുള്ള മുഴുവൻ നേതാക്കളും ഇപ്പോൾ നിർമ്മല സീതാരാമന് ഒപ്പമുണ്ട്. BJP പ്രവർത്തകർ നിർമ്മല സീതാരാമൻ ഇവിടെ എത്തിയ സമയത്ത് വലിയ മുദ്രാവാക്യ വിളികളോടുകൂടിയാണ് അവരെ സ്വീകരിച്ചത്. എന്തായാലും ഇപ്പോൾ ഇവിടുത്തെ SP-യോടും അതുപോലെ തന്നെ ജില്ലാ കളക്ടറോടും അടക്കമുള്ള ആളുകളോട് ഇവിടുത്തെ വിവരങ്ങൾ ചോദിച്ചറിയുകയാണ്. നേരത്തെ തന്നെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ നയനാർ ഇവിടെ വന്നതിന് ശേഷം അവർ വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ടെന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നിർമ്മല സീതാരാമൻ്റെ കൂടി ഒരു വരവ്. വിജയുടെ ഹർജി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. തമിഴ്നാട് മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. ഒരു CBI അന്വേഷണമാണ് വിജയ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വിജയുടെ CBI അന്വേഷണം, ഇതിലെന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടോ, കേന്ദ്ര അന്വേഷണം, സ്വതന്ത്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്ന കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഭാഗത്തു നിന്ന് എന്തായാലും ഉണ്ടാകും. ഇതിനുശേഷം ഇവിടെ മരിച്ച വീടുകളിലേക്ക്, മരിച്ച ഉള്ള ആ പ്രദേശത്തേക്ക് ഈ നിർമ്മല സീതാരാമൻ പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അവർ ഇപ്പോൾ കൃത്യമായ രീതിയിൽ നമ്മുടെ ക്യാമറയിൽ ഫ്രെയിമിൽ നിർമ്മല സീതാരാമൻ ഇപ്പോൾ സംസാരിക്കുന്നത് ഇവിടുത്തെ ജില്ലാ കളക്ടറോടും അതുപോലെ തന്നെ ഇവിടുത്തെ അധികാരികളോടുമാണ്. എന്തെല്ലാം തരത്തിലുള്ള സുരക്ഷകൾ നടത്തി, എങ്ങനെയാണ് ഈ അപകടം എന്നതിനെ കുറിച്ചടക്കം കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്ന കാഴ്ചയാണ് കരൂരിൽ ദുരന്തമുണ്ടായ ഇടത്തേക്കാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ എത്തിയിരിക്കുന്നത്. BJP-യുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അവർക്കൊപ്പമുണ്ട്. കളക്ടറുണ്ട്. കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. ഈ ദുരന്തമുണ്ടായത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചറിയുകയാണ്. ആശുപത്രിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പരിക്കേറ്റവരെ കാണാനുള്ള സാധ്യതയുമൊക്കെ ഉണ്ട്. നിർമ്മല സീതാരാമൻ കേന്ദ്രമന്ത്രി കരൂരിലേക്ക് എത്തിയിരിക്കുന്നു. 41 പേരുടെ മരണമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇന്നാണ് വേലുച്ചാമിപുരം സ്വദേശിനിയായ സുഗുണ എന്ന 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാൾ മരണമടഞ്ഞു. അതോടെ 41 പേരുടെ മരണത്തിനിരയായ കരൂർ ദുരന്തം സംഭവിച്ച സ്ഥലത്താണ് നിർമ്മല സീതാരാമൻ എത്തിയിരിക്കുന്നത്. ശ്രീജിത്ത്, പറയൂ. അല്പസമയം മുൻപ്, ഏതാണ്ടൊരു 10 മിനിറ്റ് മുൻപാണ് നിർമ്മല സീതാരാമൻ കാർ മാർഗം ഇവിടെ എത്തിയിട്ടുള്ളത്. അതിനു മുൻപ് തന്നെ BJP-യുടെ സംസ്ഥാന നേതാക്കൾ, ജില്ലാ നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേരുന്നുണ്ടായിരുന്നു. ഇതിനുശേഷം ഇവിടെ സന്ദർശിച്ചതിന് ശേഷം ഇപ്പോൾ റോഡും അതുപോലെ തന്നെ മനസ്സിലാക്കുകയാണ് നിർമ്മല സീതാരാമൻ ചെയ്യുന്നത്. അതിനുശേഷം അവർ നേരെ തൊട്ടടുത്ത മരിച്ച ആളുകളുടെ ബന്ധുക്കളെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കുന്ന മേഖലയിലേക്ക് പോകും. ഇപ്പോൾ നിർമ്മല സീതാരാമൻ ആ ദുരന്തം നടന്ന മേഖലയുടെ സമീപത്ത് തന്നെയാണ് ഉള്ളത്. അവിടെ നിന്ന് അതിനുശേഷം ഈ മരിച്ച വീടുകൾ സന്ദർശിച്ചതിന് ശേഷം നേരെ പോകുന്നത് തൊട്ടപ്പുറത്തെ ഗവൺമെൻറ് ആശുപത്രിയിലേക്കായിരിക്കും. അവിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ ശേഷം മാധ്യമപ്രവർത്തകരെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വിജയുടെ ഒരു ഹർജി കേൾക്കേണ്ടതില്ല എന്ന് കോടതി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. നിർമ്മല സീതാരാമൻ കരൂരിൽ ദുരന്തമുണ്ടായ ഇടത്ത് എത്തിയിരിക്കുന്നു എന്നതാണ്. ദുരന്ത ബാധിതരെ കാണും, കൂടാതെ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവരെയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അതിനിടെ വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, വിജയ് നിലവിൽ പോയിരിക്കുന്നത് പട്ടിണംപാക്കത്തെ ഫ്ളാറ്റിലേക്കാണ്. നീലാങ്കരയിലെ വീട്ടിൽ നിന്ന് പോയി. അതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ പ്രേക്ഷകരെ നമ്മൾ കാണിച്ചിരുന്നു. അദ്ദേഹം പോയിരിക്കുന്നത് പട്ടിണംപാക്കത്തെ ഫ്ളാറ്റിലേക്കാണ് എന്ന ഏറ്റവും പുതിയ വിവരം വരുന്നുണ്ട്. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി. റഹീസ്, ഈ പട്ടിണംപാക്കം എന്ന് പറയുന്നത് തൊട്ടടുത്ത സ്ഥലമാണോ? അദ്ദേഹം അങ്ങോട്ടേക്ക് പോയി എന്നത് നമുക്ക് സ്ഥിരീകരിച്ച് പറയാമല്ലേ? അനുജ, നീലങ്കരയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും പട്ടണംപാക്കത്തെ വീട്ടിലേക്ക് 11 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത്. ഏതാണ്ടൊരു 20 മിനിറ്റോളം എടുത്തിട്ടാണ് വിജയ് ഇവിടെ നിന്നും മറ്റേ വീട്ടിലേക്ക് മാറിയിരിക്കുന്നത്. ഈ പട്ടണംപാക്കത്തെ വീട്ടിൽ വെച്ചാണ് അദ്ദേഹം സാധാരണ നിലയിൽ ഈ പ്രവർത്തകരെയും പാർട്ടി നേതാക്കളെയും ഒക്കെ കാണുന്നത്. നീലങ്കരയിൽ അങ്ങനെ പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ നേതാക്കളോ അധികമായി എത്താറില്ല. അപ്പോൾ നിലവിൽ പ്രചരിക്കുന്ന ഒരു അഭ്യൂഹം ഇവിടെ ചില TVK നേതാക്കൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് N. ആനന്ദ് ഉൾപ്പെടെയുള്ള TVK ജനറൽ സെക്രട്ടറി N. ആനന്ദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ ഈ വീട്ടിൽ എത്തിയിട്ടുണ്ടെന്നും വിജയെ കാണുന്നുണ്ട് എന്നുമുള്ള വിവരമാണ്
പുറത്തു വരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് അത്രയ്ക്കങ്ങടെ സ്ഥിരീകരണം ഇല്ല എന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും വിജയ് ഇന്ന് പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ഈ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി അത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി, അല്ലെങ്കിൽ വെള്ളിയാഴ്ച പരിഗണിക്കാനാണ് സാധ്യത എന്ന് നിലനിൽക്കെ ഈ നേതാക്കളെ കണ്ട് ഇനി എന്താണ് വഴി എന്ന് വിജയ് തേടും. അതിനിടയിലാണ് ആദവ് അർജുനെ അദ്ദേഹം ഈ കരൂരിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിജയ് എന്തായാലും നേരിട്ട് കരൂരിലേക്ക് എത്താനുള്ള നീക്കങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. എന്നാൽ അനുമതി നൽകാതിരുന്നതാണെന്ന് ടിവിക്ക് പറയുമ്പോഴാണ് അങ്ങനെ സമീപിച്ചിട്ടില്ലെന്ന് പോലീസ് പറയുന്നത്. എന്തായാലും വിജയ് വീടിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് 36 മണിക്കൂറിന് ശേഷമാണ്. ഈ അപകടം നടന്ന ദിവസം രാത്രി ഏതാണ്ട് 11:15 വീട്ടിൽ വന്ന വിജയ് ഇന്നലെ ഒരു ദിവസം മുഴുവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പ്രധാനപ്പെട്ട നേതാക്കൾ ആരും അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ വന്നിട്ടില്ല. യോഗമൊക്കെ ചേർന്നത് ഓൺലൈനായിട്ടാണ്. അതിന് പിന്നാലെ നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങളും എടുത്തു. ശേഷം ഇന്ന് അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പട്ടണംപാക്കത്തെ ഫ്ളാറ്റിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തി ഇനി ഏതെങ്കിലും നിലയ്ക്ക് അദ്ദേഹം കരൂരിലേക്ക് പോകാനായി അനുമതി തേടുമോ, കരൂരിലേക്ക് അദ്ദേഹം എത്തുമോ എന്നുള്ള കാര്യമൊക്കെയാണ് പ്രധാനം. കാരണം ആദവ് അർജുന പോലും കരൂരിലേക്ക് പോകാനായി പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പോലീസ് സംരക്ഷണം നൽകിയില്ല എങ്കിൽ അവിടേക്ക് എത്താൻ കഴിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു അറ്റാക്ക് ഉണ്ടാകും എന്നുള്ള ഒരു ഭയമൊക്കെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അവിടേക്ക് ഇനിയും ടിവിക്ക് നേതാക്കൾ എത്തി എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ഇതിനപ്പുറം ക്ഷീണം ചെയ്യും. അതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് നിയമപരമായി തന്നെ അവിടേക്ക് എത്താനുള്ള വഴികൾ ആദവ് അർജുനെ തേടുന്നത്. നിലവിൽ ഈ പോലീസ് വൃത്തങ്ങളോട് സംസാരിക്കുമ്പോൾ വിജയ് ആവശ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് ഈ പറയുന്ന ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ കാണാനോ അല്ലെങ്കിൽ ഈ പരിക്കേറ്റ് കിടക്കുന്നവരെ കാണാനോ വീടുകളിലേക്കൊക്കെ പോകാൻ അനുമതി നൽകാൻ സാധ്യതയുണ്ട്. അത് വിജയ് ആവശ്യപ്പെടുന്നത് അനുസരിച്ചിരിക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും വിജയ് ഇപ്പോൾ നീലാങ്കരയിൽ നിന്നും പട്ടണംപാക്കത്തേക്ക് എത്തിയിരിക്കുന്നു. അവിടെ ചില പാർട്ടി നേതാക്കളുമായി സംസാരിക്കുന്നു എന്ന് അറിയുന്നു. അനുജ. ശരി, നിർമ്മലാ സീതാരാമൻ കരൂരിലെ ദുരന്ത സ്ഥലം സന്ദർശിക്കുകയാണ്. അതിനിടെയാണ് വിജയ് പട്ടണംപാക്കത്തെ തന്റെ ഫ്ളാറ്റിലേക്ക് എത്തിയത്. അവിടെ ചില നേതാക്കളുമാക്കിയുള്ള കൂടിയാലോചനകളുണ്ട് എന്നതാണ് മുഹമ്മദ് റഹീസ് നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.